എസ്.എൻ. സ്വാമി കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് സീക്രട്ട്. സീക്രട്ട് എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ തുടങ്ങുമ്പോൾ ഒരു ഒരു പാട്ടുണ്ട്. സിനിമയിൽ പാട്ടുകൊണ്ട് ഒരു 5 കളിയാണ്. ഇതിൽ തുടക്കത്തിലൊരു പാട്ടുണ്ട്, മഹാബോറായിരുന്നു. സിനിമൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ 3/4 ഭാഗം മഹാബോറനാണ്. സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിയ കുഴപ്പമില്ല. പിന്നെ സിനിമയിൽ നല്ലൊരു പാട്ടുണ്ട്, നായിക പാടുന്ന ഫസ്റ്റത്തെ ഒരു പാട്ടാണ്. അത് നല്ല രസമുള്ളൊരു പാട്ടായിരുന്നു. ബാക്കി പാട്ടുകളൊന്നും വലിയ പോരാ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ തടിച്ചു ഉണ്ട പോലുണ്ട്. ധ്യാൻ ശ്രീനിവാസന് തീരെ വയ്യ, ശ്വാസം മുട്ടലുണ്ടെന്ന് തോന്നുന്നു, തീരെ വയ്യ അഭിനയിക്കാൻ. പിന്നെ അതുപോലെ ജേക്കബ് ഗ്രിഗറി മഹാബോറായിരുന്നു. എന്തിനായിരുന്നു ഈ ജേക്കബ് ഗ്രിഗറിനെ ഈ സിനിമയെ കൊണ്ടുവന്നത്? മഹാബോറ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ചവറ് പോലെയാണ് സിനിമ, പക്ഷേ ഒന്നും കണ്ട് ക്ലിക്കാവണില്ല. പിന്നെ അപർണദാസ്, എന്തിനാണ് ഈ സിനിമയിൽ അപർണദാസ്? അതിൻ്റെ വേഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ മണിക്കുട്ടൻ്റെ ചെറിയ വേഷമുണ്ട്. വെറുതെ ഒരു പേരിന് വേണ്ടി മണിക്കുട്ടൻ ഈ സിനിമയിലുണ്ട്. പിന്നെ നായികനെ പറ്റിയൊക്കെ ഒന്നും പറയാനില്ല. പിന്നെ ഈ സിനിമയിൽ രഞ്ജിത്തിൻ്റെ കുറേ സൈക്കോ ഡ്രാമ കളികളൊക്കെ ഉണ്ട്. ഈ വേഷം തീരെ രഞ്ജിത്തിന് യാതൊരു ചേർച്ചയില്ല. കുറേ എന്തൊക്കെയോ ചെറുകഥകളൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. വലിയൊരു ബുദ്ധിജീവിയായിട്ട് കളിക്കലാണ് ഈ സിനിമയിൽ. പിന്നെ അതേപോലെ രഞ്ജി പണിക്കറിൻ്റെ ഒരു എൻട്രി ഉണ്ട്, കമ്മീഷണറിൽ സുരേഷ് ഗോപി വരുന്ന പോലെ. മൂപ്പര് MLA ആണ്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുറേ കൂറ കളികളുണ്ട്. മൂപ്പര് പഴയ കാലഘട്ടത്തിൽ പോയതാണ്, ശ്വാസം പിടിച്ചിട്ട്. പഴയ കാലഘട്ടത്തിൽ ഏതോ സിനിമയത്തെ ഡയലോഗ് കട്ടെടുത്തിട്ട് വന്നതാണ്. ശ്വാസം പിടിച്ചിട്ട് കുറേ മാങ്ങാത്തൊലി ഡയലോഗും. എന്താ പറയുക, ഈ സിനിമ ശരിക്ക് അവിടെ തിയേറ്ററിൽ കണ്ട് സഹിച്ചിരുന്നത് വേറൊന്നുമല്ല. എസ്.എൻ. സ്വാമിയുടെ സിനിമ അല്ലേ, എന്തെങ്കിലും കാണുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമ കാണാതിരുന്നത്. നമ്മളെ പ്രതീക്ഷ മൊത്തം തകർത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. ഈ സിനിമ ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിയുള്ള ഒരു മണ്ടന് മാത്രമേ ഈ സിനിമ മനസ്സിലാവുള്ളൂ, അല്ലാത്ത ആർക്കും ഈ സിനിമ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. എന്നാലേ നിങ്ങൾക്ക് ഈ സിനിമ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം.